ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 4 8-ാം അധ്യായം. ധ്രുവചരിതം. മൈത്രേയൻ പറഞ്ഞു, കുമാരർ നാരദൻ ഋഭു യതി ആരുണിഹംസനും ഗൃഹസ്ഥരല്ലീ ബ്രാഹ്മന്മാർ നൈഷ്ഠിക ബ്രഹ്മചാരികൾ അധർമ്മഭാര്യ ഋഷയിൽ ദമ്പനുണ്ടായി മായയും ദത്തെടുത്തു നിരുതിയാ മിഥുനങ്ങളെ അപ്രജൻ അവരിൽ ജാതരായി രണ്ടാൾ ലോഭൻ നിരുതി പിന്മുറ ക്രോധനും ഹിംസയും പിന്നെ കലിപെങ്ങൾ ദുരുക്തിയിൽ കലിക്കുണ്ടായി ഭയം മൃത്യുവും ഉത്തമ യാതന നിരയദ്വന്ദ്വം അവർക്കുണ്ടായ കുട്ടികൾ ഓതിത്തന്നു ഞാൻ അധർമ്മവംശം താങ്കൾക്കു സത്തമ ത്യാജ്യങ്ങളിവ മൂവട്ടം കേട്ടാൽ പോമാത്മകിൽ വിഷം ഹരിതന്നംശാംശജൻ സ്വയംഭുവൻ മനുകീർത്തിമാൻ അവൻ്റെ വംശമിനി ഞാൻ വിവരിക്കാം ഗുരുദ്വഹ അവന്നു ലോകരക്ഷാർത്ഥമുണ്ടായി ശതരൂപയിൽ പ്രിയവ്രതോത്ഥാനപാദ വാസുദേവാംശജാതരായി സുനീതിയെ സുരുചിയെ വേട്ടതു താനപാദനാമതിപ്രേമം സുരുചിയിൽ ധ്രുവൻ പക്ഷേ സുനീതിയിൽ മടിയിൽ കേറ്റിലാളിച്ചു ഭൂപൻ സുരുചിപുത്രനെ ധ്രുവൻ ഉത്തമനെ പോലെ കേറാൻ കിട്ടിയില്ല സമ്മതം മടിയിൽ കയറുവാൻ വെമ്പും സപഗ്നി സുതനോടുടൻ രാജാവുകൾക്ക് ഗർവിഷ്ഠ ചൊല്ലി സുരുചി ഈർഷ്യയാൽ കുഞ്ഞെ നിനക്കു പാടില്ല രാജാംഗത്തിലിരിക്കുവാൻ രാജസന്താനമായിട്ടും നീ വാണിൽ എൻ്റെ കുക്ഷിയിൽ അന്യഗർഭത്തിൽ ജനിച്ചോനാണെന്നോർപ്പീല നീ ശിശു നിനക്കൊരിക്കലും കിട്ടാത്തതു കുഞ്ഞെ കൊതിപ്പു നീ രാജാംഗത്തിൽ കയറുവാൻ തപം ചെയ്യണം ഈശനെ തൽപ്രസാദാലൻ വയറ്റിൽ വീണ്ടും വന്നു പിറക്ക നീ. മൈത്രേയൻ പറഞ്ഞു, മിണ്ടാതെ അച്ഛൻ മരവിക്കയുച്ചം കേഴും ധ്രുവൻ മാതൃസമീപമെത്തി ചിറ്റമ്മ ചാട്ടീടിന കൊള്ളിവാക്കാൽ കിതച്ചു പാമ്പിന്നടി കൊണ്ട പോലെ സുനീതി അംഗത്തിലിരുത്തി പുത്രൻ വിതുമ്പിടും ചുണ്ടൊട വീർപ്പയയ്ക്ക് വല്ലാതെ ദുഃഖിച്ചു സപഗ്നി തൻ വാക്ഷരങ്ങൾ അന്യോക്തികളാൽ ഗ്രഹിക്കേ അധീരയായി കേണിതു ബാല ശോകദാവാഗ്നിദഗ്ധം വനവല്ലി പോലെ സപഗ്നി തൻ വാക്കുകൾ പേർത്തുമോർത്തു ചെന്താർമിഴിക്കുള്ളിൽ നിറഞ്ഞു ബാഷ്പം വീർപ്പിട്ടുകൊണ്ടാത്മവിഷാദഭാരം കാണാഞ്ഞു ചൊല്ലി മകനോടു ബാല കാണൊല്ല നാം അന്യരിലുള്ള കുറ്റം കണ്ടാൽ അതിങ്ങോട്ടു തിരിച്ചടിക്കും പിറന്നു നീ ദുർഭഗയൻ വയറ്റിൽ വളർന്നു നീ എൻ മുല ചപ്പിയല്ലോ നേരാണു മറ്റമ്മ പറഞ്ഞതുണ്ണീ ലജ്ജിപ്പു ഭൂപൻ നിജഭാര്യ എന്നിൽ മറ്റമ്മ നിന്നോട് പറഞ്ഞതുണ്ണീ മടുപ്പു കാട്ടാതെ നടപ്പിലാക്കൂ ധ്യാനിക്കുകീശാംഘ്രികൾ ഉത്തമൻ പോൽ ഭൂപാലപീഠത്തെ അലങ്കരിക്കാൻ ആർദൻ കഴൽ പൂവിൽ മനസ്സുറപ്പിച്ച ജന്വരിച്ചു വിജിതേന്ദ്രിയത്വം വിശുദ്ധ സത്വത്തെ ഉപാധിയാക്കി വിശ്വം രചിക്കും പരമേഷ്ഠിപട്ടം യാഗങ്ങളാൽ ദക്ഷിണയാലും ഏവനെ പൂജിച്ചു നേടി സുഖമൈഹികത്തിലും നാഗത്തിലും പിന്നെ വിമുക്തിയിങ്കലും കുഞ്ഞേ മഹാൻ നിന്റെ പിതാമഹൻ മനു സദാ മുമുക്ഷുക്കൾ തിരഞ്ഞ പാദപത്മമേതോർത്താഴുക ഭക്തദാസനിൽ ഗാഠം സ്വധർമ്മവ്രതശുദ്ധിയാൽ ഭജിച്ചുണ്ണീ ലയിക്കൂ പുരുഷോത്തമാഘ്രിയിൽ ബ്രഹ്മാദ്യർ തേടുന്നവളായ ലക്ഷ്മി കൈച്ചന്താരുടെ തേടുവതാരയോമനെ ആ താമരക്കണ്ണനൊഴിച്ചൊരാളെയും കണ്ടില്ല ഞാൻ നിൻമിഴിനീർ തുടയ്ക്കുവാൻ. മൈത്രേയൻ പറഞ്ഞു, വിലാപപ്രായമീ വാക്കാൽ അമ്മ ചൂണ്ടിയ നേർവഴി ഊഹിച്ചറിഞ്ഞിട്ട് അച്ഛൻ്റെ ഗൃഹം വിട്ടിടിനാൻ ധ്രുവൻ വിവരം കേട്ടെത്തിയ നാരദൻ കുഞ്ഞിൻ ചികീർഷിതം അറിഞ്ഞ് അഘഘ്നം തൻ കയ്യാമൂർധാവിൽ ചേർത്തു വിസ്മിതൻ മാനക്കേടു പൊറുക്കാ ക്ഷത്രിയ തേജസ്സു വിസ്മയം ചിറ്റമ്മതൻ നസ്യമിവൻ ഉൾക്കൊണ്ടു ബാലനെങ്കിലും. നാരദൻ പറഞ്ഞു, കൊച്ചോമനെ കളികളിൽ മുഴുകേണ്ടവനല്ലി നീ മാനാപമാനഹേതുക്കൾ കാണുന്നില്ലേ വയസ്സിൽ ഞാൻ ഉണ്ടെങ്കിലും മായയല്ലേ ദുഃഖത്തിനുള്ള കാരണം സുഖദുഃഖങ്ങൾ ജീവൻ തൻ കർമ്മഫലമല്ലയോ അതിനാൽ കൈവന്നതിന്മേൽ തുഷ്ടനാവുന്നു ബുദ്ധിമാൻ ഉണ്ടായിത്തീരുന്നത് അഖിലം ഈശ്വരൻ കൊണ്ടുവന്നവ അമ്മതൻ മൊഴി കേട്ട് ആരെ പൂജിക്കാൻ വെമ്പിടുന്നു നീ എൻ പക്ഷത്തിൽ എളുപ്പത്തിൽ പ്രസാദിപ്പവനല്ലവൻ പല ജന്മത്തെ നിസ്സംഗ തീവ്രയോഗ സമാധിയാൽ അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല മഹർഷികൾ
അതിനാൽ തിരികെ പോകൂ, നിനക്കീ വാശി നിഷ്ഫലം. നല്ല കാലമെടുക്കുമ്പോൾ ചെന്നു ചേരും അവങ്കൽ നീ. സ്വകർമ്മഫലമായി ചെയ്യാനിടയാവുന്നതിൻ ഫലം കിട്ടുമാർക്കും തൃപ്തരെത്തും അന്ധകാരത്തിനക്കരെ. ഗുണമേറുന്നോരിൽ ഇഷ്ടം, കുറവായവരിൽ ദയ, മൈത്രി തുല്യന്മാരിലും ഉണ്ടെങ്കിൽ ദുഃഖമകന്നു പോവും. ധ്രുവൻ പറഞ്ഞു, സദയം നീ ചൊന്ന ശാന്തിമാർഗത്തിൽ സഞ്ചരിക്കുവാനാളാവില്ല അസ്മാദൃശന്മാർ. സുഖദുഃഖഹതാശയർ കൊള്ളിവാക്കാൽ കീറിയ ഹൃത്ത് ഉൾക്കൊള്ളില്ല അങ്ങതൻ മൊഴി. ക്ഷാത്രധർമ്മ സ്വഭാവൻ ഞാൻ അവിനീതനുമാകയാൽ ബ്രഹ്മജ്ഞ നേടിയില്ലേതൊന്നെൻ്റെ പൂർവികരന്യരും. ത്രിലോകോത്കൃഷ്ടമാം സ്ഥാനം നേടുവാൻ വഴി ചൊല്ലണേ. ബ്രഹ്മപുത്രൻ നാരദൻ നീ നിസ്തർക്കം വീണമീട്ടി നീ സഞ്ചരിപ്പൂ ലോകഹിതമെങ്ങും തൂവിടുമർക്കനായി. മൈത്രേയൻ പറഞ്ഞു, ഭഗവാൻ നാരദൻ പ്രീതൻ ധ്രുവന്റെ മൊഴി കേൾക്കവേ അരുളി ചെയ്തു ബാലന്നു സന്മാർഗമനുകമ്പയാൽ. നാരദൻ പറഞ്ഞു, അമ്മ നിർദ്ദേശിച്ചതേ നിൻ ശ്രേയോ മാർഗം. ഭജിക്ക നീ ഏകാഗ്രചിത്തനായുണ്ണീ ഭഗവാൻ വാസുദേവനെ. ധർമാർത്ഥകാമമോക്ഷങ്ങൾക്കേതിനും മാർഗമൊന്നു താൻ. ശ്രേയപ്രാർത്ഥികൾ തേടേണ്ടു ഹരിതൻ പാദസേവനം. ഹരേ നാരായണ. പ്രാപിക്കുക അതിനാലുണ്ണീ സംശുദ്ധ യമുനാതടം. അങ്ങേ മധുവനം നിത്യഹരി സാന്നിധ്യ പാവനം. കാളിന്ദേ പാവനാംഭസിൽ ത്രിസന്ധ്യയ്ക്കും കുളിക്ക നീ. ഉചിതങ്ങൾ അനുഷ്ഠിച്ചിട്ട് ആസനം സ്വീകരിക്കുക. പ്രാണായാമങ്ങൾ 3-4 പ്രാണേന്ദ്രിയ മനോമലം നീക്കി ധ്യാനിക്ക ഹരിയെ ഗുരുവായി ധീരമാനസ. സദാ പ്രസന്നവദനം തിളങ്ങും മിഴിമോഹനം പുരികം നാസാകപോലം സകലം സുരസുന്ദരം. താരുണ്യരമണീയാങ്കന്നരുണം മിഴിചുണ്ടുകൾ ഭക്തപ്രിയ സുഖം തൂകം ശരണ്യ കരുണാർണവം. ശ്രീവത്സാംഗൻ ഘനശ്യാമൻ പുരുഷൻ വനമാലിയായി ശംഖചക്രഗദാപത്മങ്ങളെ പൂണ്ട ചതുർഭുജൻ. കിരീടവും കുണ്ടലവും കേയൂരവലയങ്ങളും മാറിൽ കൗസ്തുഭവും പൂണ്ടു മഞ്ഞപ്പട്ടു ധരിച്ചവൻ. പൊന്നരഞ്ഞാൺ പൊൻതളകളണിഞ്ഞു വിലസുന്നവൻ. കണ്ടാൽ മതിവരാശാന്തൻ മനോനയന മഞ്ജുളൻ. നഖരത്നാഭ ചിന്തുന്ന പദപത്മങ്ങളാൽ സദാ ഭക്തഹൃത്കർണികാരം എന്നാൽ മാവിനയടക്കുവോൻ. ധ്യാനിക്കുക പുഞ്ചിരിയും സാനുരാഗാവലോകവും. ഏകാഗ്രഭക്തിയുണ്ടായാൽ ദൃഢം തരുമവൻ വരം. ഭദ്രമി ഭഗവത് രൂപം ധ്യാനിക്കുന്നവർ തന്മനം. ആനന്ദമയമാവുന്നു സ്ഥിരം പിൻവാമനസ്ഥിതി. രാജപുത്ര ജപിക്കേണ്ടും ഗുഹ്യമന്ത്രം ശ്രവിക്ക നീ. 7 രാവിതുപാസിച്ചാൽ കാണും ഖേചരരെ ഭവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേശകാലോചിതദ്രവ്യസമേതം ബോധമുള്ളവർ 12 ചൊല്ലി പൂജിക്കണം വാസുദേവനെ. വേണം വിശുദ്ധം ജലവും ഫലമൂലങ്ങൾ മാലയും. ഭഗവത് പ്രിയ തൃത്താവും ഭൂർജം കറുക തൊട്ടതും. ശിലാബിംബത്തിലോ ഭൂമിയിന്മേലോ നീ ജലത്തിലോ പൂജിക്ക. കായികനികളാൽ ഉയർക്കം യതമൗനിയായി. യോഗമായാവി അപ്പുണ്യശ്ലോകൻ സ്വേച്ഛാവതാരിയായി അചിന്ത്യലീലയാടുന്നതാലോചിക്കുക അനുക്ഷണം. പ്രാചീന ഭഗവത് സേവാരീതിയിൽ തന്നെ ചെയ്യുക നീ മൂലമന്ത്രം കൊണ്ടു മന്ത്രമൂർത്തിക്ക് ഹൃദയാർപ്പണം. കരളാൽ മൊഴിയാൽ മെയ്യാൽ നിർമായം നാം ഭജിക്കുകിൽ അകളങ്ക ത്രികരണങ്ങളുമർപ്പിക്ക. കാരണം പൂജിതൻ ഭഗവാൻ പ്രേമഭക്തിയാൽ ആർദ്രചിത്തനായി അനുഗ്രഹിക്കും. പുരുഷാർത്ഥങ്ങളാൽ സ്ഥായി ഭക്തിയാൽ ഇന്ദ്രിയ പ്രീതി നിർമുക്തൻ. ഭക്തി വർദ്ധിച്ച യോഗിയായി നിത്യാനന്ദത്തിലാറാടാൻ അവിരാമം ഭജിക്കണം. മൈത്രേയൻ പറഞ്ഞു, ഇതു കേൾക്കെ വലം വച്ചു നമിക്കുന്നു നൃപാത്മജൻ പൂകിടുന്നു മധുവനം ഹരിപാദാബ്ജശോഭനം. ഉടനുത്താനപാദന്റെ കൊട്ടാരം പൂകി മാമുനി. അർഘ്യവാദ്യങ്ങൾക്കു ശേഷം ഇരുന്നോതീ സുഖത്തോടെ. നാരദൻ പറഞ്ഞു, എന്താണ് ദുഃഖം രാജാവേ? മുഖമെന്താണു വാടുവാൻ? ധർമ്മവും കാമവും നേടാൻ അർത്ഥം പോരാതെ വന്നുവോ? രാജാവ് പറഞ്ഞു, പുറത്താക്കി വയസ്സഞ്ചാം മകനോടൊത്തു ഭാര്യയെ സ്ത്രൈണൻ. നിഷ്കരുണൻ ഞാൻ എന്നുണ്ണി പക്ഷേ മഹാൻ കവി. തളർന്നു വാടി വിശന്നാച്ചെന്താർ മുഖൻ ഉറങ്ങുകിൽ മുനെ. തിന്നെങ്കിലോ കാട്ടിൽ ചെന്നായ കളനാഥനെ. കഷ്ടം സ്ത്രീജിതനാമെൻ്റെ പാഷണ്ഡത്വം ഭയങ്കരം. മടിയിൽ കയറാൻ കൊതിച്ചു വന്നിട്ടും നമ്പിയില്ല ഞാൻ.
നാരദൻ പറഞ്ഞു, ഈശ്വരൻ കാക്കും അവനെപ്പറ്റി കേഴാതിരിക്ക നീ. ലോകപ്രശസ്തമാവും തൽപ്രഭാവമറിവീല നീ. ദിക്പാലന്മാർക്കുമാവാത്ത കർമ്മം ചെയ്താ ഭവത്സുതൻ. നിന്റെ കീർത്തി പെരുപ്പിക്കും വരും വേഗം മഹാബലൻ. മൈത്രേയൻ പറഞ്ഞു, ദേവർഷി വചനം കേട്ടിട്ട് അനങ്ങാതെ ഇരുന്നു പോയി. രാജ്യലക്ഷ്മിയെ ഓർക്കാതെ പുത്രസന്തപ്തനാം നൃപൻ കാളിന്തിയിൽ കുളിച്ചല്ലിൽ ഉപവാസത്തോടെ ധ്രുവൻ. ഭഗവത് സേവനം ചെയ്തു നാരദൻ ചൊന്ന മാതിരി ശരീരം നിലനിർത്താനായി മറ്റന്നാളുകളിൽ ക്രമാൽ വിളാർപ്പഴം ലന്തയും തിന്നർച്ചിച്ചു സർവശക്തനെ. 2-ാം മാസത്തിൽ 6-ാം നാൾ തോറും ആ ബാലവൈഷ്ണവൻ വരണ്ട പുല്ലും ഇലയും തിന്നു ചെയ്താനുപാസന. 9-ാം ദിവസം മാത്രം ജലപാനത്തോടെ ശിശു. 3-ാം മാസം നിർവഹിച്ചിത് ഉത്തമ ശ്ലോകപൂജനം. 12-ാം ദിവസം മാത്രം വായു ഭക്ഷിച്ചുകൊണ്ടവൻ ശ്വാസം നിരോധിച്ചമർന്നാൻ അഭംഗധ്യാന നിഷ്ഠയിൽ. 5-ാം മാസത്തിൽ ആ കുട്ടി വീർപ്പടക്കിയ നിശ്ചലൻ ഒറ്റക്കാലിൽ കുറ്റി പോലെ ബ്രഹ്മധ്യാന നിലീനനായി. ഭൂതേന്ദ്രിയാധാരമായ മനസ്സെല്ലാറ്റിൽ നിന്നുമേ പറിച്ചു. ഭഗവദ്ധ്യാനം ചെയ്യുക മറ്റൊക്കെ മാഞ്ഞുപോയി. മഹദാദ്യാധാരമാം ആ പ്രധാന പുരുഷേശ്വരൻ ഏവം മനോബദ്ധനാകെ വിറച്ചു 3 ലോകവും. അവൻ്റെ കാൽ തള്ളവിരൽ തലപ്പമർന്നോരോ വശത്തേക്കു ചെരിഞ്ഞു ഭൂതലം. ഇടയ്ക്കിടയ്ക്ക് ആന ചവിട്ടി നിൽക്കയാലിടം വലം ചാഞ്ഞിളകുന്ന വഞ്ചി പോൽ. പ്രാണമാർഗങ്ങളടച്ചു തൽ ജഗൽ പ്രാണേതരത്വം യവി ശൂന്യമാക്കവേ. ശ്വാസം കഴിക്കാൻ കഴിയാഞ്ഞു പാഞ്ഞു ദിക്പാലാദ്യരും വിഷ്ണുപദത്തിൽ വീഴുകയായി. ദേവന്മാർ പറഞ്ഞു, ഉണ്ടായതായി കേട്ടറിവിൽ ഇതേവിധം ചരാചര പ്രാണനിരോധമൂഴിയിൽ ഉണ്ടാക്കണേ ക്ലേശനിവൃത്തി ഇജ്ജനത്തിന്നാർ ഭവാനെന്നിയാശ്രയം പ്രഭോ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏതാദൃശ പ്രാണനിരോധഹേതുവാം ധ്രുവന് നൽകുന്നു തപോനിവൃത്തി ഞാൻ. സ്വധാമമെത്തിയിടുക നിങ്ങൾ, എന്നിൽ നിന്നഭിന്നനായി തീർന്നു കഴിഞ്ഞിതാ. എന്നിൽ നിന്ന് അഭിന്നനായി തീർന്നു കഴിഞ്ഞിതാ ധ്രുവൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.